ഹായ് ഹലോ കൂട്ടുകാരെ, നമ്മളിന്ന് പുതിയൊരു ഡിഷുമായിട്ട് വന്നിരുന്നു. എല്ലാവരും വെച്ച് പരിചയമുള്ളൊരു സംഭവം തന്നെയാണ്. പക്ഷെ ഞാൻ ഇന്ന് വെക്കുക, എല്ലാവർക്കും അറിയാതിരിക്കാം, പക്ഷെ ഞാൻ വെക്കുന്ന രീതി ഞാനൊന്ന് പറയാം കേട്ടോ. ഈ മൈസൂർ പരിപ്പ് കേട്ടോ, ഒരു അര ഗ്ലാസ് മൈസൂർ പരിപ്പുണ്ട്. ഇത് നമുക്ക് കഴുകിക്കൊണ്ടുവരാം. പരിപ്പ് കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന 2 പച്ചമുളക്, ഒരു 3-4 അല്ലി വെളുത്തുള്ളി ഉണ്ട്, ഒരു 10 ചെറിയുള്ളി ഉണ്ട്. ചെറിയുള്ളി ചെറുതാട്ടോ, അവിടെ ചുമ്മാ ഇട്ട് കൊടുത്ത് വെച്ചാൽ മതി. പിന്നെ 2 തക്കാളി അരിഞ്ഞതും കൂടെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ ജീരകത്തിൻ്റെ പൊടി, ഒരു ശകലം മുളക് പൊടി, ഇത്രയും കൂടി ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് വേകുന്നിടം വരെ ഒരു 3-4 വിസിലടിക്കണം. നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് ചുമ്മാ തവിക്കൊന്ന് ഉടച്ചു കൊടുക്കാം. അതിന് മുമ്പ് ഞാൻ ഈ പച്ചമുളക് ഒന്ന് എടുത്ത് മാറ്റിക്കോട്ടെ. ഇത് നമുക്കിവിടെ എരിവ് ആവശ്യമില്ല. നന്നായിട്ട് ഉടയ്ക്കുമ്പോഴത്തേക്ക് എന്താ പറയുക, ഇതിനകത്ത് ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം നല്ല ഉടഞ്ഞ് ചേരും. നന്നായിട്ട് ഉടച്ചിട്ട് ഇതിനകത്ത് കടുക് താളിച്ച് ചേർത്ത് വെച്ചാൽ മതി. വെള്ളം വേണമെങ്കിൽ ശകലം ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് താളിക്കാനാട്ടോ. ഇതിനകത്ത് തേങ്ങ അരയ്ക്കുന്നില്ല, വേറെ വലിയ പണികളൊന്നുമില്ല. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാട്ടോ. അപ്പം നമുക്കിതിനകത്തേക്ക് പിന്നെ ഞാനൊരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഞാൻ എടുത്ത് വെച്ച മുളക് ഇട്ട് കൊടുത്ത് നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇത് വെച്ചപ്പം ഞാൻ ഉപ്പിടുന്ന കാര്യം പറയാൻ മറന്നുപോയി. ഉപ്പ് ഇടണം കേട്ടോ. ഉപ്പും കൂടി ഇട്ടിട്ട് വേണം നമ്മൾ കുക്കറിനകത്ത് വിസിലടിപ്പിക്കാൻ. ഓക്കെ, എണ്ണ ചൂടായിട്ട് നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞതും 2-3 വത്തൽമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇതും കൂടി ഇട്ടു. നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ സിമ്പിളായിട്ടുള്ള പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. ഓക്കെ, ബൈ ബൈ.